ചരിത്രത്തിൽ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമായതുകൊണ്ട് ആ മാസത്തിന് അല്ലാഹു പ്രത്യേകം പരിഗണന നൽകി. റജബ് ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ്. ബാക്കി പിന്നെ ആര മാസം? ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 മാസം അല്ലാഹുവിൻ്റെതാണ്. എന്നാൽ ശവ്വാൽ ശഹ്റുല്ലാഹ് ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടതായി നമ്മൾ കാണാറില്ല. റബീഉൽ അവ്വൽ ശഹ്റുല്ലാഹ് നമ്മൾ അങ്ങനെ ഒരു പ്രസംഗം കേൾക്കാറില്ല. മാത്രല്ല, റജബ് മാസമായി കഴിഞ്ഞാൽ ഇമാമുകൾ ദുആയിരിക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ അലി റജബ. അവിടെ കോയമാന്തരം വേണ്ട, രണ്ടു ആക്കാന്ന ഖുദരി പറയുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശവ്വാൽ വ ദിൽഖഅദ് വ ബല്ലിഗ്നാ ദിൽഹജ്ജ് കാണാറില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുഹറം വ സഫർ വ ബല്ലിഗ്നാ റബീഉൽ അവ്വൽ. ജാതി കൂടാലോ, കേൾക്കാറില്ല. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് സംഭവം? ഈ മാസം അല്ലാഹുവിന്റെ മാസമാണ്. ഫദക്കിർഹും ബിഅയ്യാമില്ലാഹ്. അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മനുഷ്യപിതാവ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ചരിത്രത്തിലെ നിസ്തുലമായ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാവാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് റജബ് മാസത്തിലാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചു. 27.8 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ആദം 60 മുഴ എന്നാണ്. ആ മുഴ നമ്മൾ കണക്ക് കൂട്ടുമ്പോ എത്ര കിട്ടുക? ആ 60 മുഴയുള്ള ആദം നബി അലൈഹിസ്സലാമിന്റെ ഹൈറ്റിലായിരിക്കും മഹ്ശറിലെത്തുമ്പോ എല്ലാവരും, നമ്മളെ ആളുകളൊക്കെ. ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ഈ സൂര്യൻ ഒരു ചാണ് നിൽക്കുമ്പോ ഈ കുർലാസുകൾ എങ്ങനെ ഉണ്ടാകുക, ഹൈറ്റുള്ള കോലുമപ്പാത്തുമ്പോ എങ്ങനെ ഉണ്ടാകുക, അപ്പൊ ഈ ഒരേ ഈ ചാണാവുമ്പോ എങ്ങനെ ഈ വേരിയേഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഏകദേശമൊക്കെ ഒരേ ഹൈറ്റാ. ആദം നബിയുടെ ഹൈറ്റിലാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. നരകത്തിലേക്ക് ഒരാളിടുമ്പോ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, മാ ബൈന മങ്കിബൈ, രണ്ട് ഷോൾഡറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഒരു ആവറേജ് ഒരാളുടെ ഷോൾഡറിന്റെ ഇടയിലുള്ളത് എന്ന് പറഞ്ഞാൽ 46.2 സെന്റിമീറ്റർ. മീഡിയം ആളുടെ ഓരോ ആളുകൾക്ക് പ്രത്യേകത ഉണ്ടാവും. ഇപ്പൊ അബൂബക്കർ എന്നുള്ള പേരുള്ള അധികം ആൾക്കാരും ഹൈറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. ഏതെങ്കിലും ഒരാൾ ചെറുതാണെങ്കിൽ അതിന് പറയേണ്ട, പേര് മാറ്റണം എന്ന് പറയേണ്ട, സംഭവം അങ്ങനെ. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ഒരാളെ എന്നാൽ ഒരു നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ 2 ചുമലുകൾക്കിടയിൽ 3 ദിവസത്തെ വഴി ദൂരം, 406 കിലോമീറ്റർ വീതി. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാ, അതിൽ കിലോമീറ്റർ ഉണ്ടാവില്ല. അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഉണ്ടാവും? അത്ര ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഏകദേശം നമ്മളെ കല്യാണം ഉണ്ടല്ലോ ബോംബെയിലെ, മഹാരാഷ്ട്രയിലെ, അത്ര വലിപ്പം ഉണ്ടാവും ഒരാൾ നരകത്തിൽ കിടന്ന ഒരാളെ വലിപ്പം. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. എന്തിന്? ആ ശിക്ഷ ഇരട്ടിക്കാൻ വേണ്ടി. അത്ര വലുപ്പത്തിലാണ് ഒരാളെ. സഹീഹ് മുസ്ലിമിലുണ്ട് അവരെ പല്ല് ഉഹദ് മലന്റെ അത്ര പല്ല്, വലിയ പല്ലായിരിക്കും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഓരോ ആളുകൾക്ക് ഓരോ സംഭവമാണ്. ഏതായിരുന്നാലും ആദം നബിയെ സൃഷ്ടിച്ചു. എന്തിനു സൃഷ്ടിച്ചു? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് വേണ്ടി പഠിച്ചാണ് അവിടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണ്ടേ? ഒരു ഉസ്താദിനെ മാറ്റണമെങ്കിൽ ആ മാറ്റുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അപ്പൊ ആ നിലക്ക് എന്താ പറഞ്ഞാല് ഒരു ചെറിയൊരു ആ മരത്തുമൊക്കെ പോകരുത് കാരണം അങ്ങനെ പോയി. അങ്ങനെ എന്തായി ഭൂമിക്ക് വന്നു. എന്താവട്ടെ. അങ്ങനെ ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്. ശ്രീലങ്ക ഇന്ത്യയുമായി ഒട്ടി നിൽക്കുകയായിരുന്നു പഴയ കാലത്ത്. BC 3400 ബിഫോർ ദ ക്രൈസ്റ്റ്, 3400. ഇത് AD 2026.
ആയിക്കൂടെ 3400 കൂടി കൂട്ടാം. അത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിക്ക് കമ്പം കൂടലാണല്ലോ ഭൂകമ്പം. അങ്ങനെ ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് ഈ ശ്രീലങ്ക എന്ന് പറയുന്ന സംഭവം അത് വേറൊന്നായിട്ട് വേർപിരിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. അത് മുഹറം മാസത്തിലായി എന്ന് കാണാം. യുദ്ധം ഹറാമായ മാസം, 4 മാസമാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ ഖൽഖ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു മുശാവറ, ഡിസ്കഷൻ, അത് നടന്നത് റജബ് മാസത്തിലായിരുന്നു എന്നാണ് അല്ലാമ ഫശനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. സൃഷ്ടികളുടെ പ്രതിനിധിയായി ലോകത്തിന്റെ നേതാവ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബിത്തങ്ങൾക്ക് അള്ളാഹു ഇസ്രാഉം മിഅ്റാജും കൊടുത്തു. 3 നബിമാർക്ക് ഇസ്രാ ഉണ്ടായിട്ടുണ്ട്, 3 നബിമാർക്ക് മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. രണ്ടും കൂടെ ഉണ്ടായത് അല്ലാഹു റസൂലിനാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിന് ഇസ്രാ ഉണ്ടായിട്ടുണ്ട്, ഫഅസ്രി ബി അഹ്ലിക ഖുർആനിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന് ഇസ്രാ ഉണ്ടായിട്ടുണ്ട്, ഫഅസ്രി ബി ഇബാദി 10 ലക്ഷം ആളുകളായിട്ട് 800 കിലോമീറ്ററോ എത്രോ നടന്നു എന്നൊക്കെ ഉണ്ട്. ലൈലൻ ഇന്നകും മുത്തബഊൻ എന്നൊക്കെ കാണാം. മിഅ്റാജ് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടുണ്ട്, റഫഅനാഹു മകാനൻ അലിയ്യ. മിഅ്റാജ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രാഉം മിഅ്റാജും അത് രണ്ടും ഉണ്ടായത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി